ഇന്ന് കെ എസ് ചിത്രയുടെ ജന്മദിനമാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് 62ാമത്തെ ജന്മദിനമാണ് ചിത്രയ്ക്ക്. ചിത്രാജിക്ക് എല്ലാവിധമായ ആശംസകളും. മുമ്പൊരിക്കലും ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്ത ഫ്ലവേഴ്സ് സുരുകൂടിയിൽ കെ എസ് ചിത്ര വന്നിരുന്നു. അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. സാധാരണ ചിത്രം ഇങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് വരും കൂടുതലും പാടുകയാണ് പതിവ്, പറച്ചിൽ കുറവായിരിക്കും. ഇതിൽ പറച്ചിലാണ് കൂടുതൽ, അങ്ങനെ കൂടുതൽ പാടിയിട്ടേ ഇല്ല. അപ്പോൾ ഇത്രയും അധികം ഒരുപക്ഷെ കെ എസ് ചിത്ര സംസാരിച്ച ഏതെങ്കിലും ഒരു ടെലിവിഷൻ അഭിമുഖം ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അത്രയും കൂടുതൽ സംസാരിച്ചു 2 എപ്പിസോഡ്. 2 മണിക്കൂർ ദൈർഘ്യത്തിൽ കെ എസ് ചിത്രയെ പോലെ ഒരാൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഭവം തന്നെയാണ്. ചിത്ര പറഞ്ഞ ചില കാര്യങ്ങൾ ഈ ജന്മദിനത്തിൽ നമ്മൾ അറിയാതെ ഓർമ്മിച്ചു പോകുന്നു. തെന്നിന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ ഇതിഹാസ ഗായിക, മലയാള ചലച്ചിത്ര സംഗീതത്തിലെ ശ്രീ, അതിനുമുപരി മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖം, നമ്മുടെ പ്രിയപ്പെട്ട കെ എസ് ചിത്രയാണ് ഇന്ന് ഈ വേദിയിൽ എന്നോടൊപ്പം മത്സരിക്കാൻ വരുന്നത്. ഹായ് ചിത്രാജി, നമസ്കാരം. മക്കളെ പാട്ടുകാരാക്കണമെന്ന് ആഗ്രഹിച്ച അച്ഛൻ പാട്ടിന്റെ വഴിയിൽ എപ്പോഴും കൂട്ടിനുണ്ടായിരുന്നു. അച്ഛന്റെ ധാരണ രണ്ടുപേരും പാട്ടുകാരാവണം എന്ന് അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സിനിമ ഇൻഡസ്ട്രി എന്നൊന്നും അന്നും ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പൊ അച്ഛന് ഞങ്ങൾ രണ്ടുപേരും, എനിക്കും ചേച്ചിക്കും താല്പര്യം സംഗീതം തന്നെയായിരുന്നു. ക്യാൻസർ ആയിരുന്നു അച്ഛന്. അതും വെച്ചോണ്ട് അതിന്റെ വേദനയും സഹിച്ചുകൊണ്ട് എന്റെ റെക്കോർഡിങ്ങിന് ഇരുന്നിട്ടുണ്ട്. എനിക്കത് ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. മറക്കാനാകാത്ത അനുഭവങ്ങൾ ഏറെയുണ്ട്. പ്രിയ ഗായിക എസ് ജാനകിയുടെ വാക്കുകൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ചിത്ര. അമ്മ ഒരിക്കൽ ഇതുപോലെ മ്യൂസിക് അക്കാഡമിയിൽ ഒരു രാജാ സാറൊക്കെ ഉള്ളൊരു കോൺസേർട്ടാണ്. അതില് പാടറിയൻ പഠിപ്പറിയൻ പാടി കഴിഞ്ഞപ്പോ അമ്മ സ്റ്റേജിൽ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, നീ ഏം വയറ്റിലെ പുറക്കലിയേ എന്ന് പറഞ്ഞു. പ്രശസ്തരായ സംഗീത സംവിധായകർ, ഗായകർ, ചലച്ചിത്ര പ്രവർത്തകർ, മറക്കാനാകാത്ത നിമിഷങ്ങൾ സമ്മാനിച്ചവർ. കെ എസ് ചിത്ര എന്ന പാട്ടുകാരി അവതരിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും എം ജി രാധാകൃഷ്ണൻ. അതെ. എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണന്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ആദ്യം തുടങ്ങിയത് മിനി കോറൽ ഗ്രൂപ്പാണ്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. നോക്കെത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന ചിത്രത്തിലെ പാട്ടിലൂടെയാണ് ഇളയരാജയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ സിനിമ ഇട്ട് കണ്ടപ്പോ സാറ് ചോദിച്ചു, ഹീറോയിൻ നദിയ മൊയ്തു അന്ന് ചെറിയ കുട്ടിയാണ്, അപ്പൊ ആ കുട്ടിക്ക് മാച്ച് ചെയ്യുന്ന ശബ്ദമാണല്ലോ ഇത്, ആരാണെന്ന് ചോദിച്ചപ്പോ നാട്ടിലൊരു പുതിയ കുട്ടിയെ കൊണ്ട് പാടിപ്പിച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നാ വര സൊല്ലുങ്ക, ഞാൻ വോയിസ് റേഞ്ച് ചെക്ക് പണിக்கிறேன். പാടാൻ തുടങ്ങും മുൻപ് മാതാപിതാക്കൾക്കൊപ്പം ഗുരുക്കന്മാരെയും ഓർക്കും. എന്റെ റെക്കോർഡിംഗ് ബുക്കിന്റെ കൂടെ ഞാനൊരു കുഞ്ഞൊരു പുസ്തകം വെച്ചിട്ടുണ്ട് എപ്പോഴും. അതിനകത്ത് എന്റെ അച്ഛൻ, അമ്മ, പിന്നെ ജാനകിയമ്മ, സുശീലമ്മ, ദാസേട്ടൻ, ബാലു സാറ്, ഇവരുടെ എല്ലാം പടങ്ങൾ ഞാൻ ഇട്ട് വെച്ചു. ഞാൻ ഇവരെ എല്ലാം, രാജാ സാറ്, ഇവരെയൊക്കെ ഞാൻ എന്റെ മനസ്സിലിങ്ങനെ തൊട്ട് തൊഴുതിട്ട് ഞാൻ കയറാറുള്ളൂ. പുരസ്കാരങ്ങൾ, അഭിനന്ദനങ്ങൾ, ലോകം മുഴുവനുമുള്ള ആരാധകരുടെ സ്നേഹം ഒക്കെയും പാട്ടുവഴിയിൽ മുന്നോട്ടുള്ള ഊർജമാകുന്നു. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു. കാലമെത്ര കടന്നുപോയാലും മനസ്സിൽ മായാതെ നിൽക്കുന്ന എത്രയെത്ര അനുഭവങ്ങൾ. റിസർച്ച് ഡെസ്ക് 24. ഒരിക്കൽ കൂടി 24ന്റെയും എൻ്റെയും ജന്മദിന ആശംസകൾ ചിത്രാജിക്ക് നേരുന്നു. ഒരുപാട് പാട്ടുകൾ പാടി നമ്മുടെ കലാകൈരളി സമ്പന്നമാകട്ടെ.